ശ്രീ മോഹൻദാസ്, ഡോക്ടർ മോഹൻദാസ് നായർ, ഇവിടെ ഇന്നിപ്പോൾ അവിടുത്തെ മെഡിക്കൽ കോളേജിലെ ഓർത്തോ വിഭാഗത്തിൻ്റെ വാർത്താ സമ്മേളനം നമ്മൾ കേട്ടു. ചിലപ്പോഴത് പറയുന്നത് സത്യവുമാകും. അത് പക്ഷേ സംശയമുണ്ടാകാനുള്ള കാരണം എന്താണ്? ഈ പറയുന്ന തെറ്റുപറ്റുന്ന ഡോക്ടർമാരെയൊക്കെ KGMCH എന്ന് പറയുന്ന സംഘടനകൾ ഒരു തെറ്റും പറ്റിയിട്ടില്ല എന്ന് വെള്ളയടിച്ച് ന്യായീകരിക്കുന്നത് കൊണ്ടല്ലേ ഏറ്റവും ഒടുവിൽ ആ നാവിൻ്റെ സർജറിയിൽ KGMCHയുടെ പുറത്തു വന്ന വാർത്താക്കുറിപ്പിൽ അങ്ങേയറ്റം ഈ ഡോക്ടറെ ആ സസ്പെൻഷൻ അധാർമികമാണെന്ന് പറഞ്ഞു വെക്കുകയാണ് ഡോക്ടർ മോഹൻദാസ് നായർ. ശ്രീ MK ഹരിദാസ് ഇപ്പോഴിവിടെ സൂചിപ്പിച്ചു, കിഡ്നി ഓപ്പറേഷന് പോയ രോഗിയുടെ ലിവർ ഓപ്പറേഷൻ ചെയ്യുന്ന രീതിയിലാണ് കാര്യങ്ങൾ നടക്കുന്നതെന്ന്. സത്യം പറഞ്ഞാൽ അവയവം മാറി ശസ്ത്രക്രിയ എന്ന രീതിയിൽ മീഡിയയിൽ വാർത്തകൾ കണ്ടപ്പോൾ ഞാനും അത്തരമൊരു സംഭവം തന്നെയാണ് പ്രതീക്ഷിച്ചത്. എന്നാൽ സംഭവത്തിൻ്റെ വിശദാംശങ്ങൾ അറിഞ്ഞത് ഈ മാറി ചെയ്തു എന്ന് പറയുന്ന ശസ്ത്രക്രിയ പിന്നീട് കണ്ടു നാക്കറുത്തു എന്നുള്ള രീതിയിൽ നാവിൻ്റെ അടിയിലുള്ള ഒരു കെട്ട്, അതായത് ടങ്ങിൻ്റെ അടിയിലുള്ള ഫ്രണ്ടിലം എന്നുള്ളൊരു ഭാഗം ജസ്റ്റ് ഒന്ന് വിടുവിച്ചു കൊടുത്തു എന്നുള്ള ഒരു സർജറിയാണ്. അതിനെ ഇത്രയേറെ പെരുപ്പിച്ച് കാണിച്ചതുകൊണ്ടാണ് ഒരുപക്ഷെ ഇപ്പോൾ പത്മിനി എന്ന് പറയുന്ന ഈ അമ്മ ഇവിടെ അവർക്ക് ഈ നമുക്കറിയാലോ ഈ ഡോക്ടറും രോഗികളും തമ്മിലുള്ള ഒരു പരസ്പര വിശ്വാസം നമുക്ക് ഒരു ചികിത്സയിൽ വളരെ പ്രധാനമാണ്. ഇത്തരം വാർത്തകൾ കൂടുതലായിട്ട് കേൾക്കുമ്പോൾ ആ പരസ്പര വിശ്വാസം നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് അവർക്ക് ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഇത് തെറ്റായ ചികിത്സയാണ് ഇവിടെ നടക്കുന്നതെന്നുള്ള തോന്നലുണ്ടാകുന്നത്. 100% ഉറപ്പാണ് പത്മിനിയുടെ മകന് അജിത്തിന് ശരിയായ രീതിയിലുള്ള ചികിത്സ തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് എന്നുള്ളത്. അത് ഇവിടെ പറഞ്ഞു ഈ കമ്പി പുറത്ത് കാണുന്നതൊക്കെ അത് നമുക്ക് അന്വേഷിക്കാമല്ലോ. ഈ ഇത്തരത്തിലുള്ള സർജറിയിൽ 2-3 ആഴ്ച കഴിയുമ്പം എടുത്തു മാറ്റേണ്ട ഒരു കമ്പി മുഴുവനായിട്ടും കൈക്കകത്ത് ഉള്ള രീതിയിൽ ഇട്ട് കഴിഞ്ഞാൽ അത് എടുത്തു മാറ്റാൻ വീണ്ടും ഒരു ഓപ്പറേഷൻ ചെയ്യണ്ടേ? അത് പുറത്തേക്ക് തള്ളി നിൽക്കുകയാണെങ്കിൽ എടുത്തു മാറ്റാൻ എളുപ്പമല്ലേ? അതൊക്കെ ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യമല്ലേ? അത് ഇനി അല്ല സംശയം ഉണ്ടെങ്കിൽ അതിൻ്റെ വിദഗ്ധരോട് അന്വേഷിക്കാമല്ലോ. ഈ ഒരു വാർത്ത മാധ്യമങ്ങൾ പുറത്തു വിടുമ്പോൾ ഏതെങ്കിലും ഒരു ഡോക്ടറോട് ഇതിനെപ്പറ്റി ഒരു അഭിപ്രായം ചോദിച്ചിട്ടാണോ പുറത്തുവിട്ടത്? ഡോക്ടർ മോഹൻദാസ് നായർ അപ്പോഴും ഡോക്ടർ മോഹൻദാസ് നായർ ഇതേ വാർത്താ സമ്മേളനത്തിൽ എന്തിനാണ് ഈ രാത്രി അടിയന്തര സർജറിക്ക് തയ്യാറാവണം എന്ന ചോദ്യവും അപ്പൊ ഈ സർജറി തെറ്റായിരുന്നോ എന്ന മകൻ അജിത്തിന്റെ മറുചോദ്യവും എന്നാൽ നിങ്ങൾക്ക് സൗകര്യം ഉള്ളപ്പോൾ എന്ന ധാർഷ്ട്യവും ചോദ്യത്തിന് അങ്ങനെ ഉണ്ടായിട്ടേ ഇല്ല എന്നാണ് പറയുന്ന ഡോക്ടർമാരുടെ സംഘടന, അല്ലെങ്കിൽ ഡോക്ടർമാർ അങ്ങനെ ഉണ്ട് എന്ന് PV പത്മനി എന്തിന് കള്ളം പറയണമെന്നാണ് ഡോക്ടർ മോഹൻദാസ് നായരുടെ ഒരു തോന്നൽ. അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് ഡോക്ടർമാരുടെ സംഘടന പറഞ്ഞു എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. അതായത് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ, ഒരു മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ അതൊരു അടിസ്ഥാനപരമായിട്ട് ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ്. അവിടെ ഫാക്കൽറ്റി കൂടാതെ പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ് ഉണ്ട്. നമ്മുടെ ഒരു പ്രധാനപ്പെട്ട വർക്ക് ഫോഴ്സ് എന്ന് പറയുന്നത് പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ് ആണ്. അതിൽ പെടുന്ന ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻ്റ് ആണ് ഇവരോട് സംസാരിച്ചത്. അപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം ചെക്ക് എക്സ്റേ എടുത്ത പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻറ്റിന് ആ ഓപ്പറേഷൻ്റെ ബോണുകൾ തമ്മിലുള്ള അലൈൻമെൻറ്റ് കുറച്ചുകൂടെ മെച്ചപ്പെടാനുണ്ടോ എന്നുള്ളൊരു സംശയം തോന്നി. അത് ആണ് ഈ രോഗിയുമായിട്ട് അദ്ദേഹം പങ്കുവെച്ചത്. ഒരു പക്ഷേ ഇത് വീണ്ടും ഒരു ഓപ്പറേഷൻ്റെ കൂടെ ആവശ്യം ഉണ്ടാകുമെന്നുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ അത് കൺസൾട്ടൻ്റ്, അതായത് സീനിയർ ഫാക്കൽറ്റി ആയിട്ട് സംസാരിച്ചപ്പോൾ അതിൻ്റെ ആവശ്യമില്ല എന്നുള്ള ഒരു തീരുമാനത്തിലാണ് എത്തിയത്. ഇങ്ങനെയുള്ള ഒരു കാര്യം സാധാരണ മെഡിക്കൽ കോളേജുകളിൽ നടക്കുന്നതാണ്. ഇങ്ങനെയുള്ള ചർച്ചകളും ഒരാളുടെ നിഗമനങ്ങൾ ഒരുപക്ഷെ തെറ്റായിരിക്കാമെന്നുള്ള തീരുമാനങ്ങളൊക്കെ സാധാരണ നടക്കുന്നതാണ്. എന്നാൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി മെഡിക്കൽ കോളേജിൽ നടക്കുന്നത് അപ്പടി തെറ്റായ കാര്യങ്ങളാണ്. മോഹൻദാസ് നായർ, താങ്കൾ പറയുകയാണ് ഇവിടെ ആ കുട്ടിയുടെ നാവിന്റെ സർജറി ഒരു മൈന്യൂട്ടായിട്ട് സർജറിയാണ്, അതങ്ങ് ചെയ്തു വെച്ചതാണ്, എന്താണ് പെരുപ്പിച്ച്. സാർ, ഇത് 4 വയസ്സുള്ള ഒരു കുഞ്ഞാണ്. അങ്ങേക്കറിയാം ചട്ടപ്രകാരം കൺസെന്റ് ഇല്ലാതെ സർജറി നടത്താൻ കഴിയില്ല എന്ന് അങ്ങയുടെ സംഘടനയ്ക്ക് വളരെ ഭംഗിയായി വളരെ വ്യക്തമായി അറിയാം. അവിടെ ഡോക്ടർക്കുണ്ടായതൊരു പിഴവാണ്. ഇനി ആ കുട്ടിക്ക് നാവിന് സർജറി അനിവാര്യമാണെങ്കിൽ ആ വീട്ടുകാരോട് പറഞ്ഞ് ആ വീട്ടുകാരുടെ കൺസെന്റ് വാങ്ങിയാണ് ചെയ്യേണ്ടത്, അല്ലേ? ഇത് 4 വയസ്സുള്ള ഒരു കുഞ്ഞിന് കേവല മണിക്കൂറുകളിൽ 2 സർജറിയാണ്. ഒന്ന് 6-ാം വിരലിന്റെ സർജറി, ഒന്ന് നാവിന്റെ സർജറി. അത് പിഴവല്ലേ സർ? ആ പിഴവിനെ ഉപാധികളില്ലാതെ തെറ്റാണെന്ന് പറഞ്ഞാൽ ഡോക്ടർമാർ പറയുന്ന മറ്റു ഭാഗങ്ങളിൽ ജനം മുഖവിലക്കെടുക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഇക്കാലം അത്രയും ന്യായീകരിച്ച ന്യായീകരണങ്ങളുടെ കൂട്ടത്തിൽ ന്യായീകരണം എന്നല്ലേ കരുതൂ. അതിന് പൊതുജനത്തെ കുറ്റം പറയാൻ പറ്റുമോ? വിശ്വാസനഷ്ടത്തിന് പൊതുജനത്തെ കുറ്റം പറയാൻ പറ്റുമോ ഡോക്ടറെ?
കൺസെന്റ് ഇല്ലാതെ ചെയ്യുന്നത് ശരിയാണെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല, ഞങ്ങളുടെ സംഘടനയും പറയുന്നില്ല. എന്നാൽ ഈ പറഞ്ഞ കുട്ടിയുടെ വിഷ്വൽസ് വിവിധ മാധ്യമങ്ങൾ ആ കുട്ടിയുടെ വീട്ടിൽ പോയിട്ട് കാണിക്കുകയുണ്ടായി. ആ കുട്ടി നന്നായി പാട്ട് പാടുകയും കളിച്ച് നടക്കുകയൊക്കെ ചെയ്യുന്ന വിഷ്വൽസ് ആണ് ഞാൻ കണ്ടത്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ആ കുട്ടിക്ക് ഈ പറഞ്ഞ സർജറികൾ കൊണ്ട് കാര്യമായ യാതൊരു അപകടങ്ങളും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് ചെയ്തത് ശരിയാണ്. ഇത്തരം സംഭവങ്ങൾ അത് ദൈവാധീനം. നിങ്ങൾ പിന്നെയും അതിനെ ന്യായീകരിക്കല്ലേ? ഇപ്പൊ ആ ഡോക്ടറുടെ ട്രാക്ക് റെക്കോർഡ് ഞാൻ പറയുന്നതല്ല. ഞാൻ പറയട്ടെ, ഒരു ഡോക്ടർക്ക് അത് പറ്റിയത് പിഴവാണ്. ആ പിഴവ് നീതീകരിക്കാൻ കഴിയാത്ത പിഴവാണ്. അതിനെ ആ ഡോക്ടർ തന്നെ മാപ്പ് പറയുന്നു. ആ ഡോക്ടറെ ഞങ്ങളുടെ സംഘടന ഏറ്റെടുക്കുന്നില്ല. അതിനെ തിരുത്തിന് അല്ലെങ്കിൽ അത്തരം തെറ്റുപറ്റുന്നവർക്കൊപ്പം ഈ സംഘടന ഉണ്ടാവില്ല എന്നതല്ലേ പുറത്തേക്ക് വരേണ്ട സന്ദേശം? അവരെ പൊതിഞ്ഞു പിടിക്കേണ്ട കാര്യം എന്താണ് നിങ്ങളുടെ സംഘടനയ്ക്ക്? ഡോക്ടർ മോഹൻദാസ് നായർ, തീർച്ചയായും അങ്ങനെയല്ല സംഭവിക്കേണ്ടത് ഹാഷ്മി. ഏതൊരു മെഡിക്കൽ സിസ്റ്റത്തിലും ധാരാളം തെറ്റുകൾ സംഭവിക്കാറുണ്ട്. ഇവിടെ മാത്രമല്ല, നമ്മൾ ഇതിനേക്കാളും ഏറ്റവും മികച്ച രീതിയിൽ നടക്കുന്ന രാജ്യങ്ങളിൽ പോലും ധാരാളം തെറ്റുകൾ സംഭവിക്കാറുണ്ട്. അവിടെയൊക്കെ നടക്കുന്നത് എന്താണ്? ആ തെറ്റുകൾ വളരെ സ്വതന്ത്രമായിട്ട് റിപ്പോർട്ട് ചെയ്യാൻ ആ രാജ്യങ്ങളിലെ ഡോക്ടർമാർക്ക് സാധിക്കും. കാരണം അവിടെ നടക്കുന്നത് അതിൻ്റെ ബ്ലെയിം ഏതെങ്കിലും ഒരു ഡോക്ടറുടെയോ അല്ലെങ്കിൽ ഒരു ജീവനക്കാരൻ്റെയോ തലയിൽ കെട്ടിവെക്കുക എന്നുള്ളതല്ല. അവരതിൻ്റെ റൂട്ട് കോസ് അനാലിസിസ്, എന്താണ് ഇതിൻ്റെ കൃത്യമായ കാരണം, ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണം എന്താണ്, അതെങ്ങനെയാണ് നമുക്ക് ഇനി അങ്ങോട്ട് ആവർത്തിക്കാതിരിക്കാൻ എന്തൊക്കെയാണ് ശ്രദ്ധിക്കാൻ പറ്റുക, അത്തരത്തിലുള്ള ഒരു അനാലിസിസ് നടത്തി കറക്റ്റീവ് സ്റ്റെപ്സ് എടുക്കുക എന്നുള്ളതാണ് ശരിയായ ആരോഗ്യ സംവിധാനങ്ങളുള്ള സ്ഥലത്തൊക്കെ നടക്കുന്നത്. എന്നാൽ ഇവിടെ എന്താണ്? ഇവിടെ എത്രയും പെട്ടെന്ന് അത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ തലയിൽ കെട്ടിവെച്ച് അയാളെ സസ്പെൻഡ് ചെയ്യിച്ചാൽ എല്ലാം ശരിയായി എന്നുള്ളതാണ്. ഡോക്ടറെ നോക്കൂ, എന്നാൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം 6ാം വിരലിന്റെ ശസ്ത്രക്രിയ ഇപ്പോൾ തന്നെ വേണമെന്ന് മാതാപിതാക്കൾ ആവശ്യപ്പെട്ടാൽ അതും അപ്പോൾ തന്നെ ചെയ്തു. നാക്കിന്റെ താഴെ പാട പോലെ കാണുന്ന ടങ് ടൈ നാക്കിലെ കെട്ടാണ്. ഇതാണ് ശസ്ത്രക്രിയ നീക്കിയത്. ഇത് ശസ്ത്രക്രിയയ്ക്ക് ശേഷം കുട്ടികളുടെ മാതാപിതാക്കളെ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്തു. കുട്ടികളുടെ മാതാപിതാക്കൾക്ക് ആ കേസില്ല. കുട്ടികളുടെ മാതാപിതാക്കൾ പറയുന്നു കുട്ടി അതുവരെ ഒരു കുഴപ്പമില്ല സംസാരിക്കുന്നു. കുട്ടികളുടെ മാതാപിതാക്കൾക്കല്ലേ അതിനേക്കാൾ നന്നായി അറിയുക. അല്ലെങ്കിൽ ടങ് ടൈ ഉണ്ടെങ്കിൽ മാതാപിതാക്കൾ അങ്ങോട്ടേക്ക് പറയില്ലേ ഇത് ചെയ്യണം അല്ലെങ്കിൽ പിന്നീട് ഇത് ചെയ്യണം. ഇത് പറ്റിയ ഒരു പിഴവാണ്. അത് വേണോ വേണ്ടയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പറ്റിയതൊരു പിഴവാണ് എന്ന് കൃത്യമായി നിങ്ങൾക്ക് പറയാൻ കഴിയാത്തത് കൊണ്ടല്ലേ ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനം പോലും ഒരു സംശയത്തിന്റെ നിഴലിൽ ഒരുപക്ഷെ പൊതുജനത്തിന് കാണേണ്ടി വരിക? പിഴവാണോ? ആ ഡോക്ടർ തന്നെ ആ രോഗിയോടും ആ കുട്ടിയുടെ മാതാപിതാക്കളോടും ചില കാര്യങ്ങൾ സമ്മതിക്കുകയും എഴുതി കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനപ്പുറത്ത് വേറെന്താണ് വേണ്ടത്? അപ്പോൾ അതിനുശേഷം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇത്തരം കാര്യങ്ങൾ ഇനി എങ്ങനെ ആവർത്തിക്കാതിരിക്കുമെന്ന് നോക്കുകയല്ലേ. അതിന് പകരം എല്ലാം ഒരു ഡോക്ടറുടെ തലയിൽ അല്ലെങ്കിൽ വേറൊരു സ്റ്റാഫിന്റെ തലയിൽ കെട്ടിവെച്ചതുകൊണ്ട് ഇനി അത് സംഭവിക്കാതിരിക്കുമോ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ ധൈര്യമായി റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ആർജവം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അതിനെ തുടർന്നുണ്ടാകുന്ന നടപടികൾ വളരെ പോസിറ്റീവായ കാര്യങ്ങളാവണം. ഇത്തരം കാര്യങ്ങൾ ഇനി റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ള കൂട്ടായ ചർച്ചകളാണ് വേണ്ടത്. ഉറപ്പായും അത് ആ നടപടി മാതൃകാപരമാവണം എന്നതാണ് നമ്മളുടെ ചർച്ചയുടെ സത്ത. ഞാൻ